നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പൊ കലാലയം പുന്നൂസും അന്നാമയും ചിറക്കൽ രാമേന്ദ്രനും ശശികലയായി. നിങ്ങളുടെ ഭാഗം നിങ്ങൾ തകർത്തിരിക്കണം. അതിനൊരു പ്രത്യേക നന്ദിയുണ്ട് കേട്ടോ. നന്ദി മാത്രം പോരാ. ഓ അത് പിന്നെ പറയാനുണ്ടോ? അത് കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ. ഓ നന്ദി ഒരുപാടുണ്ട് സാറേ. ഇപ്പോ കളിയൊക്കെ കുറവാ. മിമിക്രിയും TV ഒക്കെ കൂടി പാവം നാടകക്കാരന്റെ വയറ്റത്താ അടിച്ചത്. സാറേ ഇതെത്ര കാണും? പറഞ്ഞുറപ്പിച്ചതിന് ഒരു 5 കൂടുതലുണ്ട്. 20,000 പോരെ? മതി മതി സാറേ. എണ്ണി നോക്കുന്നതിനൊന്നും വിചാരിക്കല്ലേ. 10,000 20,000 എന്നൊക്കെ പറഞ്ഞു പല കമ്മിറ്റിക്കാരും ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. നോട്ട് കെട്ടിനകത്ത് കടലാസ് വരെ വെച്ച് എണ്ണി തന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സ്നേഹം കൊണ്ട് അപ്പൊ എണ്ണി നോക്കേയില്ല. സ്നേഹം കൊണ്ടെന്നൊക്കെ പറയുന്നത് ചുമ്മാതാ സാറേ. കളി കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഫുൾ ഫിറ്റ് ആയിരിക്കും. പിന്നെ വെളിവോ വെള്ളിയാഴ്ച വല്ലോ ഉണ്ടോ? എണ്ണി നോക്കി അത് തലേ നിൽക്കുവോ? അന്നമ്മേ വേണ്ടാത്തത് പറയല്ലേ. വേണ്ടാത്തതോ? എന്റെ പൊന്ന് സാർ ഇതൊന്ന് കേക്കണം. കോട്ടയം കലാഭദ്രയുടെ 3-ാം നാൾ ഉയിർപ്പെന്ന നാടകം പന്തളത്ത് കളിച്ചോണ്ടിരിക്കുമ്പോ യേശു ക്രിസ്തുവായിട്ട് കുരിശേ കടന്ന് ഇരിയാൻ ചാരായം മൂത്ത് മൂക്കും കുത്തി ഒറ്റ വീഴ്ചയാ. അടുത്ത സീനിൽ ഉയർത്തെഴുന്നേൽക്കേണ്ട യേശു ക്രിസ്തു പിന്നെ 3-ാം നാളാ തലപൊക്കിയത്. എന്നിട്ട് 3 ദിവസം കാത്തിരുന്ന കമ്മിറ്റിക്കാര് അടുത്ത സീനിൽ ഉയർപ്പും കൂടി കാണിച്ചിട്ടാ ഞങ്ങളെ അവിടുന്ന് വിട്ടത്. കറക്റ്റാ. ഓ അയ്യോ സാറേ ഇവള് പറഞ്ഞതല്ല, പണം കറക്റ്റാന്നാ പറഞ്ഞത്. 20,000 തികച്ചുണ്ട്. ഓ എട് എന്റെ കാശെട്. കാശോ? ഏത് കാശ്? ഞാൻ അഭിനയിച്ചെന്റെ കാശെടുക്കാൻ. അഭിനയിച്ചെന്റെ കാശേ? അവളങ്ങ് അഭിനയിച്ചു പൊളിച്ചു. എടി ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലേ കാണായിരുന്നു. എല്ലാം കൂടി കൊളാക്കിട്ടെ പോലീസ് ലോക്കപ്പിൽ ഇപ്പൊ 2 കൂടി കിടന്നേനെ. നിങ്ങൾ എന്ത് സപ്പോർട്ട് ചെയ്തെന്നാ? കഥാപാത്രത്തിന്റെ പേര് പോലും മറന്നുപോയി തട്ടേ കയറി നിന്നപ്പോ. ഡയലോഗ് തെറ്റിച്ചു. എന്നിട്ടാ വലിയ സപ്പോർട്ട്. അല്ല ഇതിന്നും 2-3 തന്നേക്കാം. മിണ്ടായിരിക്കടി. 2-3 ദേ പതിവ് നാടക നടിമാരോടുള്ള വേഷം കൊണ്ടൊന്നും എന്റെ അടുത്ത് എടുക്കല്ലേ. ഇത് കലാലയ അന്നാമ്മ. എനിക്ക് 10,000 തികച്ചു വേണം. നീ എന്റെ ഇന്ന് വാങ്ങിച്ചോണ്ടേ പോ. ഇത് കണ്ടോ സാറേ? ഇങ്ങനെ ചെയ്യുന്നത് ന്യായമാണെന്ന് സാറ് തന്നെ പറ. അതെ എന്റെ പൊന്നന്നാമേ, നിങ്ങൾ ഭാര്യയും ഭർത്താവാണല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ കാശ് പുന്നൂസിന്റെ കയ്യിൽ തന്നെ കൊടുത്ത്. തട്ടേ കയറിയ ഭാര്യയെന്നോ ഭർത്താവെന്നോ അളിയനെന്നോ കുഞ്ഞമ്മയെന്നോ ഒന്നുമില്ല സാറേ. കഥാപാത്രം മാത്രമേ ഉള്ളൂ. നാടകം കൊണ്ടുപോകുന്നത് ഞങ്ങൾ നടിമാരാ. പക്ഷെ ഞങ്ങൾക്ക് എന്നും അവഗണന മാത്രമേ ഉള്ളൂ. അല്ല എന്നൊരു കാര്യം ചെയ്യാം, അന്നാമയ്ക്ക് വേണമെങ്കിൽ ഞാൻ വേറെ പണം. വേണ്ട സാറേ, പറഞ്ഞു ഉറപ്പിച്ചതിൽ കൂടുതൽ പണം കമ്മിറ്റിക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആ പതിവ് കലാലയ അന്നാമയ്ക്കില്ല. പിന്നെ മാനേജർ വിഴുങ്ങിക്കോട്ടെ എന്ന് വെക്കും. പക്ഷെ അവന്റെയൊക്കെ കുടുംബം കോളം തോണ്ടി പോകത്തേ ഉള്ളൂ. അല്ല അന്നാമ, ഇതിപ്പോ അന്നാമയുടെ കുടുംബം തന്നെയാണല്ലോ. അതുകൊണ്ടെന്താ, നാടക നടിമാരുടെ പിച്ചപാത്രത്തിൽ കൈയിട്ട് വരുന്നവനെ കാലപ്പാമ്പ് കടിച്ചു പോകത്തേ ഉള്ളൂ. താൻ ആ കാശ് മുഴുവൻ കൊണ്ടുപോയി പട്ടശാപ്പിൽ കൊടുക്ക. പട്ടശാപ്പൊന്നും ഇപ്പൊ ഇല്ലടി, ഇപ്പൊ ബാറ്. പോടോ മുതുകാല, പോയി തൊലയ. അല്ലത് കൊഴപ്പാവോ? ഒന്ന് പോ സാറേ, ഇതൊക്കെ ചുമ്മാ. പിന്നെ വൈകിട്ട് 2 വിട്ടിട്ട് ചെന്നാലും എനിക്ക് അന്നാമയെ മെരുക്കാൻ 1 മുഴം മുല്ലപ്പൂവിന്റെ ചെലവല്ലേ ഉള്ളൂ. മുല്ലപ്പൂവോ? അതെന്തിനാ? പോ സാറേ, ഒന്നും അറിയാത്ത പോലെ. അല്ല എനിക്കറിയില്ല. സാറിന് അതൊക്കെ അറിയാം. അറിയാത്തോണ്ടാ. എന്താണോ ഈ മുല്ലപ്പൂവിന്റെ കഥ? മോള് ഭാഗ്യവതിയ. ദീർഘ സുമംഗലി യോഗവും സന്താന ഭാഗ്യവും എല്ലാം ഉണ്ടാവും. അച്ചട്ട മുല്ലപ്പൂ കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടല്ലേ. അപ്പൊ അവിടെ കൂടി മുല്ലപ്പൂ ഒന്ന് പരീക്ഷിച്ചാലോ?
KN പണിക്കർ എന്ന ബിസിനസ്സുകാരന്റെ മകൾ ധനലക്ഷ്മിയാണ് ഇവന് വിവാഹം ആലോചിച്ചത്. ആ ധനലക്ഷ്മി ഇവന് വേണ്ടി കാത്തിരിക്കുക. ഇനി എന്ത് ചെയ്യും അമ്മ? നിന്ന് അമ്മ ഇങ്ങനെ ദീർഘനിശ്വാസം വിട്ടോണ്ടിരുന്ന കാര്യങ്ങൾക്കൊരു തീരുമാനമാവില്ലല്ലോ. എടി ഇപ്പൊ ദീർഘനിശ്വാസം അല്ലാതെ പിന്നെ എന്താ വഴി? ഈ KN പണിക്കർ ആരാണെന്ന് അറിയോ നിനക്ക്? ജഗദീപ് സാർ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛൻ. എടി നിന്റെ ജഗദീപ് സാറ് കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛൻ മാത്രമല്ല അയാള്. ഞാൻ അയാളെ പറ്റി ഇന്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അയാള് സ്രാവോ തിമിംഗലോ ഒന്നുമല്ലടി, ഒന്നാം തരം നീല തിമിംഗലോ. ലോകത്തെ ഏറ്റവും മികച്ച ബിസിനസ്മാൻമാരിൽ ഒരാളാണ് അദ്ദേഹം. ശതകോടീശ്വരനല്ല, സഹസ്ര കോടീശ്വരൻ എന്ന് പറയാം. അയാളുടെ മകളും നീയുമായിട്ടൊരു കോമ്പറ്റീഷൻ വന്നാൽ നീ തോറ്റു പോത്തേ ഉള്ളൂ. വെറും വട്ടപൂജ്യം. ഇന്ന് എഴുതി ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരവസരമേ നമ്മുടെ പക്കലുള്ളൂ. ഒരേ ഒരു അവസരം. എന്നുവെച്ചാ അവനെ ഇന്നൊരു രാത്രി ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റുമോ നിനക്ക്? അതിപ്പോ ഞാൻ ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചു നോക്കാന്നോ? പെണ്ണാണെന്ന് പറഞ്ഞ് നടക്കുന്നു. എന്റെയൊക്കെ ചെറുപ്പത്തിലായിരുന്നെങ്കിൽ കാണായിരുന്നു. എന്നാലേ അമ്മ എങ്ങനെ ശ്രമിച്ചാ മതി. അവിടെ നിൽക്ക. അങ്ങനെ അങ്ങ് പെണങ്ങല്ലേ ചക്കരെ. നീ അവനെ ഇന്നൊരു രാത്രി ഇവിടെ പിടിച്ചു നിർത്ത്. പിന്നെ അവൻ പോകില്ല ഒരു ധനലക്ഷ്മിയുടെ അടുത്തേക്കും. നമ്മൾ അവനെ മണിച്ചിത്ര താഴിട്ടു പൂട്ടും. പിന്നെ അവൻ നമ്മുടെ അടിമയാ, അടിമ. അങ്ങനെ ആ കാര്യം സെറ്റ്. ഇട ഇട്ട് മൂടാനുള്ള പണം അവളുടെ അച്ഛൻ UK സമ്പാദിച്ചതും പിന്നെ അവളുടെ അമ്മ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയതായിട്ടുണ്ട്. ഇതാണ് ആള്, സുസ്മിത. എന്താണെന്നൊരു തീരുമാനം? കൊളാശന കൈ. അങ്ങനെ വിഷ്ണു ആശാന് കൊടുത്ത വാക്ക് സക്സസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.